അമേഴ്ജാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായിട്ടുള്ള ജോയ്ക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ സ്കൂബ ഡൈവിംഗ് ടീമിനൊപ്പം നാവികസേനയും രക്ഷാപ്രവർത്തനത്തിനായിട്ടുണ്ട്. തടയണ നിർമ്മിച്ച് ഹിറ്റാച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം നീക്കിയുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. സ്റ്റെഫിൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. സ്റ്റെഫിൻ, മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, അതിശക്തമായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. അവിടെ മഴയ്ക്ക് എന്തെങ്കിലും നേരിയ തോതിലെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ? പൂർണ്ണ തോതിലേക്ക് ഇന്നത്തെ ഈ ഒരു തെരച്ചിൽ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിലത്തെ ആക്ഷൻ, എങ്ങനെയാണ്? പക്ഷേ ഏതായാലും ഇപ്പോൾ പൂർണ്ണതോതിൽ ഒരു തിരച്ചിൽ തുടങ്ങിയിട്ടില്ല. നേവിയുടെ ഭാഗത്തു നിന്ന് അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ തുടങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴ ഇപ്പോൾ അല്പം വിട്ടു നിൽക്കുകയാണ്, എങ്കിലും തോർന്നു എന്ന് പറയുന്നതിന് വേണ്ടി കഴിയില്ല. കാരണം ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളൊരു കാലാവസ്ഥാ പ്രവചനവുമുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെയൊക്കെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല മേഖലകളിലും പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മഴ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആമയിഴഞ്ചാൻ തോട്ടിൽ ശക്തമായ രീതിയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഏതായാലും നേവിയുടെ ഒരു പുതിയ ആക്ഷൻ പ്ലാനുമായി അവർ ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കാൻ അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. ഇപ്പോൾ രാഹുലും കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, എങ്ങനെയാണ് ഇപ്പോൾ നേവിയുടെ ഒരു തിരച്ചിൽ എങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത്? നേവി കൃത്യമായി തന്നെ ഇന്നലെ പ്രാഥമികമായ കാര്യങ്ങൾ വിലയിരുത്തി. അപ്പോഴും സ്കൂബ ഡൈവിംഗ് ഇറങ്ങിയവർ പറഞ്ഞത് അവർക്ക് കൃത്യമായി ഈ തുരങ്കത്തിലൂടെ പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 30 മീറ്ററിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ മാലിന്യ ഭിത്തി ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഇന്ന് ചെയ്യുന്നത് സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണമാണ്. അത് തുരങ്കത്തിനുള്ളിലേക്ക് മുഴുവൻ പരിശോധന നടത്തി ശബ്ദതരംഗങ്ങൾ കടത്തി വിട്ടുകൊണ്ട് പരിശോധന നടത്തണമെന്നാണ് പറഞ്ഞത്. നമുക്കപ്പോൾ ഉണ്ടായ സംശയം മാലിന്യം കൂടിക്കിടക്കുന്ന തുരങ്കങ്ങളാണ്. അപ്പോൾ മാലിന്യമുണ്ട്, അതോടൊപ്പം തന്നെ അതിലെല്ലാം ഈ പറയുന്ന മാലിന്യത്തിൽ ചെന്ന് മാലിന്യം പോലും ഡിറ്റക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുമല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫയർഫോഴ്സുകാരാണ് നമ്മോട് ഒരു മറുപടി പറഞ്ഞത്. അതായത് തുരങ്കത്തിനുള്ളിലുള്ള എല്ലാ ഖരവസ്തുക്കളെയും ഇത് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ അത് വൈദഗ്ധ്യമാണ്. കാരണം അതൊരു മനുഷ്യ ശരീരമാണോ അല്ലെങ്കിൽ അത് മറ്റു മാലിന്യമാണോ കെട്ടിക്കിടക്കുന്നത്, നേരത്തെ പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ തിരിച്ചറിയുന്നത് ഈ സോണാർ ഉപയോഗിക്കുന്ന ആളുടെ വൈദഗ്ധ്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുന്ന ശബ്ദതരങ്ങൾ ഒരു പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും അല്ലേ? പ്ലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരമാണോ എന്നൊക്കെ ഉള്ളത്. അതെ, ആ സംശയം തന്നെയാണ് നമ്മൾ ആദ്യം ഉന്നയിച്ചത്. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത് വൈദഗ്ധ്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അടിസ്ഥാനം എന്ന് പറയുന്നത്. കാരണം ഈ ശബ്ദതരംഗം, അത് തരംഗ ദൈർഘ്യം നോക്കിയാണ് എന്തിൽ തട്ടിയാണ് ഈ ശബ്ദം പ്രതിഫലിക്കുന്നതെന്ന് നോക്കുന്നത്. സോണാർ ഉപയോഗിച്ചുള്ള പരിചയം നാവികസേനയ്ക്ക് വളരെയധികം സമ്പന്നരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും തരംഗ ദൈർഘ്യം നോക്കി തന്നെയായിരിക്കും അത് മനുഷ്യ ശരീരമാണോ, നേരത്തെ പ്ലാസ്റ്റിക് ആണോ, വലിയ ഖരമാലിന്യമാണോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ കോർപ്പറേഷൻ എടുത്തുകൊണ്ട് പോകുന്ന ഈ വേസ്റ്റ് എവിടെയാണ് ഈ തള്ളുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ചില ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. നഗരസഭ കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ ഒരു തുറസായ സ്ഥലത്ത് തള്ളുന്നത്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി എന്താണ്? ഇതിപ്പോൾ അതായത് നമുക്ക് 5 ദിവസം മുമ്പുള്ള ഒരു ദൃശ്യങ്ങളാണ് ലഭിച്ചത്. നമ്മൾ രാവിലെ തന്നെ അത് വാർത്തയെ അഡ്രസ്സ് ചെയ്തു. കാരണം ഏറെ ഗൗരവകരമായ ഒരു വിഷയമാണ്. വഴിയാത്രക്കാരനാണ് അത് നമുക്ക് ദൃശ്യങ്ങൾ പകർത്തി തന്നത്. തിരുവനന്തപുരം നഗരസഭ എന്ന് എഴുതിയ വണ്ടിയാണ് ഈ ആറ്റുകാൽ കാലടി ബണ്ട് റോഡിൽ വേസ്റ്റ് തള്ളുന്നത്. മഴക്കാലമാകുമ്പോൾ കിള്ളിയാറിലേക്കും ഈ വേസ്റ്റ് ഇറങ്ങുന്നുണ്ട്. ആമയിഴഞ്ചാൻ തൊഴിലൂടെ എത്രമാത്രം വേസ്റ്റുകൾ നമ്മൾ നിൽക്കുമ്പോൾ കാണുന്നു, അതേ കാഴ്ച തന്നെ കിള്ളിയാറിലും കാണേണ്ട അവസ്ഥയുടെ തുടക്കമാണ് അവിടെ കണ്ടത്. അപ്പോൾ തീർച്ചയായും കോർപ്പറേഷൻ്റെ വിശദീകരണം വരേണ്ട ഒരു അവസ്ഥയാണ്. കാരണം കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരസഭ എന്ന് എഴുതിയ വണ്ടിയാണ് കൊണ്ടു തള്ളുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അദ്ദേഹത്തോട് ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് പ്രശ്നമാകുമെന്ന്. ഒരുപക്ഷെ കോർപ്പറേഷൻ അറിയാതെ കരാറുകാർ ഇവിടെ തള്ളുന്നതാകും. അത് സ്ഥിരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി അവർ നിർണ്ണയിച്ചുകൊണ്ട് ചെയ്തതാകും. എന്തായാലും ഗൗരവകരമായ വിഷയമാണ്. അതിന് കോർപ്പറേഷൻ്റെ വിശദീകരണം ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും അത് സംബന്ധിച്ചുള്ള കോർപ്പറേഷൻ്റെ ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ റെയിൽവേയുടെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. അതായത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൻ്റെ ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് ഉള്ള പല വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അത് കോർപ്പറേഷനാണ് വൃത്തിയാക്കേണ്ടത് അല്ലെങ്കിൽ റെയിൽവേ ആണെന്നുള്ള പല വാദങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇത് അതീവ ഗൗരവമായി തന്നെ ഇപ്പോൾ രാഹുൽ സൂചിപ്പിച്ച ഈ കാര്യം കാണണം. ഏതായാലും അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഏതായാലും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഇനി എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതീവ ഗൗരവമായി തന്നെയാണ് നമ്മൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഈ ഒരു മാലിന്യ പ്രതിസന്ധിയും കൂടെ കാണേണ്ടത്. കാരണം ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം എത്രത്തോളം വലുതാണ്, ഒരു വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് നാം എത്തുന്നത്.